ഹതഭാഗ്യനെയാട്ടിടല്ലേ വിദൂരെ പല കോടി ആശിഖുകൾ ചൊന്നുയേറെ സ്വലാത്തും സലാമും വഴി കാട്ടി നേരേ തെറ്റ് ഞാൻ ചെയ്ത് പോയേറെ ഹതഭാഗ്യനെയാട്ടിടല്ലേ വിദൂരെ പല കോടി ആശിഖുകൾ ചൊന്നുയേറെ സ്വലാത്തും സലാമും വഴി കാട്ടി നേരേ. അടയാളവാചകമായി ഉപയോഗിച്ചത് യജുർവേദത്തിലെ ഒരു വാക്കായിട്ട് ലോകം ഒരു പക്ഷിക്കൂട് പോലെയാവട്ടെ, അഥവാ സ്നേഹം കളിയാടുന്ന ഒരു ലോകത്തെയാണ് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നായിരിക്കാം അദ്ദേഹം ചിന്തിച്ചിരിക്കുകയാണ്. അതേപോലെ പ്ലാറ്റോ ഗ്രീസിലൊരു വിദ്യാലയം ആരംഭിച്ചപ്പോൾ അതിന് അക്കാദമി എന്നാണ് പേര് വെച്ചത്. അക്കാദമി എന്നാൽ ഒരു പൂവാടി എന്നാണ് അർത്ഥം. ഒരു സമൂഹത്തെ സൗന്ദര്യമുള്ളതാക്കി തീർക്കുകയും സൗരഭ്യമുള്ളതാക്കി തീർക്കുകയുമാണ് വിദ്യാഭ്യാസം കൊണ്ട് ശരിക്കും അർത്ഥമാക്കേണ്ടത്. ആ അർത്ഥത്തിൽ തലങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഇസ്ലാമിനും വിദ്യാഭ്യാസം സഞ്ചരിക്കാറുണ്ട്. കൂട്ടങ്ങളായാണ് ഒരുമിച്ചാണ് അവരുടെ സഞ്ചാരങ്ങൾ. കൂട്ടത്തിൽ ഒരു മുടന്തനായ ഒട്ടകം ഉണ്ടെങ്കിൽ, എത്ര വേഗതയേറിയ ഒട്ടകങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിലും മുടന്തനായ ഒട്ടകത്തെ ആ കൂട്ടത്തിൽ കാത്തു നിൽക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ആ യാത്രാസംഘത്തിന്റെ മൊത്തത്തിലുള്ള വേഗത ഈ മുടന്തനായ ഒട്ടകത്തിൻ്റെതായിരിക്കും എന്നാണ് അറബിയിലെ ചോദ്യം. ആ ഒരു അർത്ഥത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മുടന്തനായ ഒട്ടകത്തെ പോലെ ഒരു സമൂഹം മാത്രം, ഒരു സമുദായം മാത്രം പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ, ആ രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള ത്വരിതഗതിയിലുള്ള ഗമനത്തെ അത് ഏറെ ബാധിക്കും എന്നതൊരു വസ്തുതയാണ്. ആ അർത്ഥത്തിൽ സാമൂഹികമായ എന്നതിനപ്പുറം സാമുദായിക പ്രവർത്തനങ്ങളെയും നമ്മൾ ഒരു രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനമായിട്ട് തന്നെയാണ് നാം കാണേണ്ടത്. ജീവിതം അത് ഇഹലോക ജീവിതമാവട്ടെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോക ജീവിതമാവട്ടെ, അത് സ്വർഗീയമായിരിക്കുക, ഹൃദ്യവും സൗന്ദര്യമുള്ളതുമായി തീരുക എന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, സാഫല്യമാണ്, ലക്ഷ്യമാണ്. അതിലേക്ക് വളർത്തുന്നതായിരിക്കണം വിദ്യാഭ്യാസം എന്നാണ് ഇതുകൊണ്ടൊക്കെ അർത്ഥമാക്കി തീർക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ആ അർത്ഥത്തിൽ ജാമിയ സഅദിയ കാസർഗോഡ് വടക്കേയറ്റത്ത് 56 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഏറെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ് കാസർഗോഡ് ജില്ല. വിദ്യാഭ്യാസപരമായി, സാമൂഹികമായി, സാമ്പത്തികമായി, തൊഴിൽ മേഖലകളിൽ എല്ലാ അർത്ഥത്തിലും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഈ ജില്ലയിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹവുമാണ് മുസ്ലിം സമൂഹം എന്നത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. ആ അർത്ഥത്തിൽ ഈ സമൂഹത്തിന്റെ സമുന്നമനം, സമുദ്ധാരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് MA ഉസ്താദ് 56 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം ഒരു സംരംഭത്തിന്, ആ ഒരു അർത്ഥത്തിൽ ഈ ഒരു സാംസ്കാരിക സമ്മേളനത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഇന്നത്തെ ആനുകാലിക സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ കൂടെയുള്ളവർ നമ്മോട് സംവദിക്കുമെന്നത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മുടെ ഈ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ജാമിയ സഅദിയുടെ നേതൃസ്ഥാനത്ത് തന്നെ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊക്കെ കർമ്മനിരതനായ ഹാജി അബ്ദുള്ള ഹുസൈൻ കടവത്ത് അവർ. ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന വ്യക്തിത്വം, വിശിഷ്യ സ്റ്റേജിലും പരിസരത്തുമുള്ള പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുഅല്ലിമീൻ,
വാർഷിക പരിപാടി സന്നദ്ധന സമ്മേളനത്തിലുമാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധമായ അഹ്ലുൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ വീണ്ടുവോളം വർദ്ധിപ്പിക്കുവാനും അതിനർഹമായ രൂപത്തിലുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കുവാനും സമന്വയ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു മഹത്തായ വിദ്യാഭ്യാസ പദ്ധതിക്ക് അടിത്തറവാകുവാനും നമുക്ക് സാധിച്ചത് ഈ മഹത്തായ സ്ഥാപനം കൊണ്ടാണ് എന്നറിയാം. അതിന് നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ പ്രാസ്ഥാനിക രംഗത്തും ദഅ്വാരംഗത്തും മഹത്തായ കർമ്മപദ്ധതികൾ നിക്ഷേപിക്കുന്ന കാര്യത്തിൽ നേതൃത്വത്തിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുന മുർഷിദുന ജമീഅ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ റളിയല്ലാഹു മർക്കദഹു മഹാനവരായി അവരുടെ പ്രകാരം അവരുടെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം കാലവുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകുന്ന നമ്മുടെ ഉന്നതന്മാരായ പണ്ഡിതന്മാരും സയ്യിദന്മാരും അവരെ കൊണ്ട് വലിയ വലിയ പുതിയ പുതിയ പദ്ധതികൾ ഇവിടെ നടക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തുപോവുകയാണ്, ഈ മഹത്തായ സംസ്ഥ അല്ലെങ്കിൽ മഹത്തായ പ്രസ്ഥാനം പരിശുദ്ധമായ സഅദിയ സ്ഥാപനം ഇവിടെ അതിൻ്റെ ഏതാനും കെട്ടിടങ്ങൾ മാത്രം ഉയർന്നു വന്ന അവസരത്തിൽ ഒരു മഹത്തായ പള്ളി വേണമെന്ന് അന്നത്തെ നേതൃത്വം ചിന്തിച്ച അവസരത്തിൽ ഇന്ന് കാണുന്ന ഈ മസ്ജിദ് നസ്റുല്ലാഹി എന്നുള്ള പള്ളി അതിൻ്റെ ഉദ്ഘാടന വേളയിൽ വിനീതനായ ഞാൻ SSL പ്രവർത്തകനായിരുന്നു. ഒരു വാഹനത്തിൽ അനൗൺസ് ചെയ്യാൻ ഉള്ളേരി ആദൂർ പതിരംഗ ഭാഗങ്ങളിലൊക്കെ പോയത് ഇന്ന് ഈ പള്ളി പുതുക്കി പണിയുന്നത് കണ്ടപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്ന കാര്യമാണ്. സന്തോഷിക്കുന്നു. അതൊക്കെ കാണാനൊരു ഭാഗ്യം അള്ളാഹു നൽകുകയും ഒരു ഉയർച്ച മഹാനായ ബഹുമാനപ്പെട്ട സദാത്തികളുടെയും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽപ്പെടാത്ത ഈ സ്ഥാപനത്തിൽ ഇത്രയും വലിയ ഉയർച്ച ലഭ്യമാകുന്നത് നമ്മൾ വളരെ ആഹ്ലാദം സന്തോഷിക്കാനുള്ള വഴിയാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണം ചെയ്യുവാൻ നമ്മളെന്നും തയ്യാറാണ്. എല്ലാ വർഷവും കഴിഞ്ഞ വർഷം ഞാൻ ഈ മഹത്തായ പരിപാടി സംബന്ധിച്ച അവസരത്തിൽ എത്രയോ എൻ്റെ ഉസ്താദന്മാരടക്കമുള്ള എൻ്റെ സഹപ്രവർത്തകരടക്കമുള്ള പലരും കണ്ടുമുട്ടിയിരുന്നു. ഇപ്പോഴും അവരൊക്കെ കണ്ടുമുട്ടുമ്പോൾ എൻ്റെ പരസ്പരം ദുആ ചെയ്ത് അടുത്ത വർഷവും കാണാൻ ഇതേ അവസരത്തിൽ കാണാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഓരോ സംഗമങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ പഴയകാല സ്നേഹവും സന്തോഷവും പങ്കിടാനുള്ള അവസരം കൂടിയാണ് ഇത്തരം വേദികളിൽ നമ്മൾക്ക് ലഭിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ വേദി ബഹുമാനപ്പെട്ട സുൽത്താനുമായി ഉസ്താദുകൾ വരുമെന്നുള്ള പ്രതീക്ഷയും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്യുന്നു. നമ്മുടെ മാനവ ഉസ്താദ് വലിയ വിഷമിക്കുന്ന അവസരത്തിൽ പോലും പ്രയാസത്തിൽ വരാൻ സൗകര്യപ്പെടാത്ത അവസരത്തിൽ പോലും നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വീട് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഉറപ്പിക്കുന്ന സുബ്ഹാനഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവിധ വിജയാശംസകളും അവൻ്റെ പരിശുദ്ധമായ ഈ നേതാക്കളായ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ
അടിയുറച്ച് ജീവിച്ചു കഴിക്കാൻ റബ്ബുൽ തൗഫീഖ് മാറാകട്ടെയും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. കടന്നു പോകും. നിങ്ങൾ തരുന്നത് എന്തായാലും ഞാനത് എൻ്റെ സംസ്ഥാനത്തിലേക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ അത് മാറ്റി എഴുതി നമ്മുടെ താന്തയിലെ സംസ്ഥാനത്തേക്ക് മാറ്റി. ചിലപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സംഭവമായ കൂടിയാണ്. അത്രയും മാത്രമുള്ള ഒരു വ്യക്തിത്വം സംസാരിക്കുന്ന വഴിപോക്കാൻ കാണുന്നുണ്ട്. എല്ലാത്തരം ഭൂമികയിലേക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ എത്തിയത്. ഇവിടെ സ്കൂളുമായി നടക്കുന്ന സമയത്ത് പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. നമ്മൾ സാധ്യത ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ CBSE സിലബസ് പ്രകാരം നടത്തുകയാണ്. അവിടെ നമുക്ക് നമ്മുടെ ഇസ്ലാമിക് പ്രസ്ഥാനത്തിന് ചാനലുകൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഒരിക്കലും ഒരു സംഭവം ഉണ്ടായി. ഒരു മുസ്ലിം പെൺകുട്ടി ഇംഗ്ലീഷ് പുസ്തകത്തിൽ ഈ ജില്ലയിൽ നിന്ന് സമ്മാനം കിട്ടുകയും തലസ്ഥാന തലത്തിലേക്ക് കോഴിക്കോടിലേക്ക് മത്സരിക്കാൻ പോവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പ്രാദേശിക തലത്തിൽ ചർച്ചയുണ്ടായത് മുസ്ലിം പെൺകുട്ടിയെ ഇങ്ങനെ പ്രസംഗിക്കാൻ അവിടത്തേക്ക് അയക്കാൻ പറ്റുമോ എന്ന്. ആ കുട്ടി പോയി എന്ന് മാത്രമല്ല, കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാന ഇംഗ്ലീഷ് മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടുകയും ചെയ്തു. പത്രവാർത്തകളൊക്കെ വന്നു. കുട്ടിയുടെ പേരും ഇതും സാഹിത്യാപ്രസ്ഥാനത്തിൽ നിന്നിട്ട് 1ാം സ്ഥാനം നേടി എന്നൊക്കെ പറഞ്ഞു. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സമയത്തെക്കൊണ്ടേയും ചരിത്രം സൃഷ്ടിച്ച ഈ സാഹിത്യക്ക് ഇനി വെളിച്ചമുണ്ടാകട്ടെ. നമ്മളൊക്കെ അത് കണ്ട് ആസ്വദിക്കാനും പ്രാർത്ഥിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ച് ആ രംഗത്ത് അത്യുന്നതങ്ങളിലെത്താൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയണം എന്നുള്ളതാണ് സത്യം. നമ്മളെല്ലാം ജീവിക്കുന്നത് സ്വതന്ത്ര ഭാരതത്തിലാണ്. സ്വതന്ത്ര ഭാരതം ഉണ്ടാകുന്നതിന് മുമ്പ് 250 വർഷക്കാലത്ത് വൈദേശിക ആധിപത്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായി. നമുക്കറിയാം, പോർച്ചുഗീസുകാരും വന്നു, ഡച്ചുകാരും വന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും വന്നു, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും വന്നു. 250 വർഷക്കാലം നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം എന്ന് പറയുന്നത് ഓരോ ഭരണാധികാരികളുടെ ഭരിക്കുമ്പോഴും അവരുടെ ഭരണാധികാരത്തിന്റെ ചെയ്തികളിൽ നിന്ന് എടുത്തിരിക്കുന്ന നന്നൂരെന്ന വാക്കിന്റെ അർത്ഥം നല്ല അറിവ് എന്നാണ്. അനേകം എപ്പോഴും ജലാശയത്തിലാണ് കിടക്കുന്നത്. ജലാശയത്തിൽ അല്പം പാലൊഴിച്ചു കൊടുത്താൽ ആ വെള്ളത്തിൽ നിന്ന് പാൽ വേർതിരിച്ച് കുടിക്കാനുള്ളൊരു കഴിവ് അനേകത്തിനുള്ള പോലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു അനന്ത സാഗരമാണ്. ആ കണ്ടുപിടിക്കാനാകാതെ വരുമ്പോ അവരുടെ മാതാപിതാക്കന്മാർ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും അവർക്ക് സഹായിക്കാൻ പറ്റും. അവർക്ക് സഹായിക്കാൻ പറ്റുന്ന പോലെ തന്നെ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആളുകളെ മത്സരാധിഷ്ഠിതമായ ഒരു വ്യവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇനി അങ്ങോട്ടുള്ള കുട്ടികൾ അവരുടെ ഡേറ്റ, അവരുടെ ഇൻഫർമേഷൻ, അത് കഴിഞ്ഞാൽ നോളജ്, ക്രിട്ടിക്കൽ തിങ്കിങ്, അത് കഴിഞ്ഞ് ഇഷ്ടത്തിലേക്ക് പോകേണ്ടുന്ന ഒരു സമയം രാജഭരണമില്ലാതായി ഒരു ജനാധിപത്യ പ്രക്രിയയുടെ നമ്മൾ പോവുകയും ചെയ്യും. സ്വാതന്ത്ര്യം നേടിയെടുക്കുമ്പോൾ തന്നെ നമ്മൾ വലിയ വില കൊടുക്കുന്നു. 80% ഹിന്ദുക്കൾ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. സ്വാതന്ത്ര്യത്തിന് മുമ്പും ഇപ്പോഴും സ്വാഭാവികമായി ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പോളിസി ഇന്ത്യയെ 2ആയി വെട്ടിമുറിച്ചു. ദുർഗന്ധം വമിക്കുന്ന ശവശരീരങ്ങളായി നമുക്കറിയാം. മുസ്ലിം സഹോദരന്മാരുടെ ശവശരീരം നമ്മുടെ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാകണമെന്നുള്ള വാദം തള്ളിക്കളഞ്ഞത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞു, ഇന്ത്യ ഒരു ബഹുസ്വരതയുടെ നാടാണ്. ആ ബഹുസ്വരതയാണ് ഇന്ത്യയുടെ സൗന്ദര്യം. ഈ രാജ്യത്ത് 80% ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ ആ ഹിന്ദുക്കളെ പോലെ തന്നെ മുസൽമാനും ക്രിസ്ത്യാനിക്കും പാർസിക്കും ബൗദ്ധൻ ജൈനനും സിഖുകാരും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിന്റെ മണ്ണിൽ വളർന്നു വീണവൻ ആരാണ്? അവൻ ഭൂരിപക്ഷമാണോ ന്യൂനപക്ഷമാണോ എന്നുള്ള വ്യത്യാസമില്ലാതെ ഭൂരിപക്ഷത്തിലുള്ള സകല അവകാശങ്ങളും അധികാരങ്ങളും
സാധ്യതത്വം. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നതാണ് മതേതരത്വം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അതാണ് മതേതരത്വം. നമ്മുടെ ഒരു ഭരണഘടന ഉണ്ടായത് വളരെ കാലത്തെ പ്രയത്നത്തിന് ശേഷമാണ്. ഒരു ഭരണഘടനയെ കുറിച്ച് ആദ്യമായി ചിന്തിച്ചത് 1928 നമ്മുടെ മോട്ടിലാൽ നെഹ്റുവാണ് ആദ്യമായി ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് പറഞ്ഞത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമുക്കറിയാം 2 വർഷക്കാലം 11 മാസം 18 ദിവസം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിൽ സ്വാംശീകരിക്കാൻ കഴിയുന്ന പല പല കാര്യങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ടാണ് ഒരു ഭരണഘടനയ്ക്ക് നമ്മൾ രൂപം കൊടുക്കുന്നത്. അതിന്റെ കരട് പട്ടിക തയ്യാറാക്കാൻ 116 ദിവസം എടുത്തു. ആ 116 ദിവസത്തിന് ശേഷമാണ് നമ്മുടെ ഭരണഘടന അന്തിമമായ പട്ടിക തയ്യാറാക്കി 1950 ജനുവരി മാസം 26-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നത്. നമുക്കറിയാം, ആ ഭരണഘടനയാണ് ഇന്ന് നമ്മുടെ എല്ലാം ആത്മാവെന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് പറയുന്നത് അതിന്റെ പ്രിയാമ്പിളാണ്. ആ പ്രിയാമ്പിളാന്ന് പറഞ്ഞ ഒരാൾ തന്നെ പ്രഭവ കേന്ദ്രം അന്വേഷിച്ചു പോകുന്നതാണ്. നമുക്കറിയാം, ഞാനൊക്കെ ജനിക്കുമ്പോ 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോ എന്റെ അച്ഛന്റെ അമ്മയും അച്ഛനും ജീവിച്ചിരിക്കും. അവരോടൊപ്പം ഞാൻ വെക്കേഷൻ ക്ലാസ്സുകൾ ചെലവഴിക്കാറുണ്ട്. പക്ഷെ ഞാൻ ജനിക്കുമ്പോൾ തന്നെ എന്റെ വീട്ടിലെ ഭിത്തിയിൽ 2 ചിത്രങ്ങൾ തൂങ്ങിക്കിടക്കും. ഞാൻ എന്റെ അമ്മയോട് ഓർമ്മ വന്നപ്പോൾ ചോദിച്ചു, ഈ 2 ചിത്രങ്ങൾ ആരുടേതാണ്? അദ്ദേഹം അമ്മ പറഞ്ഞു, ഇത് എന്റെ അച്ഛനും അമ്മയാണ്. ഒരു കുസൃതി ചോദ്യം ഞാൻ അമ്മയോട് ചോദിച്ചു, അവരുടെ അച്ഛനും അമ്മയാരാണ്? വളരെ കഷ്ടപ്പെട്ട് എന്റെ അമ്മ പറഞ്ഞു തന്നു അവരുടെ അച്ഛനും അമ്മയാണ്. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, അവരുടെ അച്ഛനും അമ്മയാരാണ്? എന്റെ അമ്മയെ ഉത്തരം കിട്ടി. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മുടെ പൂർവികന്മാരെ കുറിച്ച് 2ഓ 3ഓ തലമുറയിൽപ്പെട്ടവർക്കല്ലാതെ മറ്റേ ആർക്കും അതിനെ കുറിച്ചും അറിയാൻ കഴിയില്ല. കാസർഗോഡ് ജില്ല ഉണ്ടായത് 1984. 84 കൂടെ വന്ന കളക്ടർമാരുടെ മുഴുവൻ പേരുകൾ ഡ്യൂറേഷൻ ഓഫ് ടൈം കളക്ടറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസ് ചെന്നാൽ അവിടെ പോലീസ് സൂപ്രണ്ടായി ആദ്യം ചാർജ് ഇപ്പൊ ചാർജിൽ ഇരിക്കുന്ന ആളുകളെ എല്ലാം അവർ അധികാരം ഏറ്റെടുക്കപ്പെടും, അധികാരം പിരിഞ്ഞപ്പെടും. എത്ര കാലം അവർ SP ആയിരുന്നു എന്നുള്ളതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഏതെങ്കിലും തറവാടുകളിൽ നമ്മുടെ പൂർവികന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്? ഒരിക്കലുമില്ല. 2ഓ 3ഓ തലമുറയിൽപ്പെട്ടവർ ആരാണെന്ന് കണ്ടുപിടിക്കാനല്ലാതെ അവരുടെ പൂർവികന്മാർ അവരുടെ പൂർവികന്മാർ അവരുടെ പൂർവികന്മാർ ആ പൂർവികന്മാരെ കുറിച്ച് അന്വേഷണം നടത്തിയാൽ നമ്മൾ അവസാനം ആ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ, ആ മതം പ്രചരിപ്പിക്കാൻ ഇന്ത്യയിലെ ഓരോ പൗരനും ഭരണഘടന അവകാശം കൊടുത്തിട്ടുണ്ട്. ആ അവകാശം ആസ്വദിക്കുന്നവരാണ് നമ്മൾ. കാരണം ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള ജാതിയിൽ വിശ്വസിക്കാം, മതത്തിൽ വിശ്വസിക്കാം, ആ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാം, ആ മതം പ്രചരിപ്പിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ന് നമ്മുടെ രാജ്യത്ത്. അതിനെ എല്ലാം കുറിച്ച് കാര്യകാരണ സഹിതം ഉദാഹരണ സഹിതം പ്രതിപാദിക്കുന്ന ഒരു മഹത് ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. അതിലൊരു ശ്ലോകം തന്നെയാണ് ഈ റൂട്ട്സ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആധാരം എന്ന് ഞാൻ രേഖപ്പെടുത്തുന്നു. കാരണം ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. അപ്പൊ നമ്മുടെ എല്ലാ പൂർവികന്മാർ ഒരു സ്ത്രീയും ഒരു പുരുഷനുമാണ്. അവിടെ നിന്നാണ് മനുഷ്യന്റെ ഉത്പത്തി, അവിടെ നിന്നാണ് മനുഷ്യന്റെ പ്രഭവ കേന്ദ്രം. ബാക്കിയെല്ലാം മനുഷ്യ നിർമ്മിതമാണ്. അപ്പോ നമ്മളെല്ലാവരും ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളാണ്, ഏകോദര സഹോദരങ്ങളാണ്. വിശ്വമാനവീയതയുടെ സന്ദേശം ഖുർആൻ അനുശാസിക്കുന്ന പോലെ തന്നെയാണ് സനാതന ധർമ്മമായ ഹിന്ദുധർമ്മം പറയുന്നത്. അതിലെന്താ പറയുന്നത്? വസുദൈവ കുടുംബകം, ലോകമേ തറവാട്. തറവാട്ടിന് ഒരു പുരുഷൻ, ഒരു സ്ത്രീ, ഒരു കാരണവർ, അതുപോലെ തന്നെ ഒരു ഗ്രഹനാഥ, ഒരു സ്ത്രീ, ഒരു പുരുഷൻ. ബൈബിൾ പറയുന്നതും ആദം ആൻഡ് ഈവ് ആദ്യ മനുഷ്യൻ പറയുമ്പോൾ ആ ഉത്പത്തി ഖുർആനിലാണ് അവസാനിക്കുന്നത്. ഖുർആനിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ജനങ്ങളെയും സൃഷ്ടിച്ചത് ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നുമാണ്. അപ്പോൾ നമ്മൾ
നമ്മുടെ പൂർവിക സംസ്കാരം, ആ ബഹുസ്വരത, അനസ്യൂതം, അഭംഗുരം നിലനിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നാം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നേടിയെടുത്ത സ്വാതന്ത്ര്യം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പൈതൃകം, അതുപോലെ ജനാധിപത്യം, മതേതരത്വം, നമ്മുടെ ഭരണഘടന, ഇതൊക്കെ സംരക്ഷിക്കപ്പെടാൻ കഴിയാതെ വന്നാൽ ഈ രാജ്യം മറ്റൊരു ദിശയിലേക്ക് നീങ്ങും. ബ്രിട്ടീഷുകാർ എന്ന് പറയുന്ന രാഷ്ട്രം ഇല്ലാതാകും. അതുകൊണ്ട് ബഹുസ്വരത തകരാതിരിക്കേണ്ടത്, സാഹോദര്യം തകരാതിരിക്കേണ്ടത്, സഹവർത്തിത്വം നിലനിൽക്കേണ്ടത് ഈ കാലത്തിന്റെ അനിവാര്യതയാണ്. അതുകൊണ്ട് അച്ചടക്കത്തിൽ അധിഷ്ഠിതമായ ആദർശ ശുദ്ധിയുള്ള അർപ്പണ ബോധമുള്ള സ്വാശ്രയശീലം തങ്ങളിലും ജനങ്ങളിലും വളർത്തിയെടുക്കാൻ കഴിയുന്ന കായികവും മാനസികവുമായി പരിശീലനം സിദ്ധിച്ച സേവന സന്നദ്ധമായ ഒരു തലമുറയെ വാർത്തെടുത്ത് ആ തലമുറയിലൂടെ നമ്മുടെ ജനാധിപത്യവും നമ്മുടെ മതേതരത്വവും ഭരണഘടനയും സംരക്ഷിക്കാൻ വിദ്യാഭ്യാസത്തിനാകണം. അവനവനുണ്ടാകുന്ന ഉയർച്ചയ്ക്കും അവനവനുണ്ടാകുന്ന താഴ്ചയ്ക്കും കാരണക്കാരൻ അവനവൻ തന്നെയാണെന്ന യുക്തിബോധത്തിൽ അധിഷ്ഠിതമായ ശാസ്ത്രാവബോധം ഇന്നത്തെ തലമുറയ്ക്ക് പകർന്നു കൊടുത്ത് ആലസ്യത്തിൽ ആണ്ടുകിടക്കുന്ന ഈ തലമുറയെ തട്ടിയുണർത്തി രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ, രാജ്യം നേരിടുന്ന ഭീകരമായ ഒരു അവസ്ഥ, ആ അവസ്ഥ അവരെ ബോധ്യപ്പെടുത്തി അവരിലൂടെ നമ്മുടെ സനാതനമായ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ബഹുസ്വരതയും അതുപോലെ തന്നെ നാനാത്വത്തിൽ ഏകത്വവും സംരക്ഷിക്കാൻ ഭരണഘടനയുടെ കാവലാളന്മാരായി നാളുകളിൽ മാറാൻ ഇന്നത്തെ യുവതലമുറയ്ക്ക് കഴിയണം. അതിനായി സഹദിയ ഒരുപാട് സമഗ്രമായ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ആ സംഭാവനകൾ വളരെ അമൂല്യമാണ്. ആ അമൂല്യമായ സംഭാവനകളുടെ പിതൃത്വം പേറുന്ന ഈ സ്ഥാപനത്തിൽ നടക്കുന്ന, അതും ഉസ്താദിന്റെ ആണ്ടുദിനത്തിൽ നടക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനം നിങ്ങളെല്ലാം അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പിരിയുമ്പോൾ എടുത്തു പറയുന്ന കാര്യം നമുക്ക് പറഞ്ഞത്, പുസ്തകങ്ങൾ ഇടകലർത്തി വെക്കരുത്, പണം വകമാറ്റി ചെലവഴിക്കരുത്, ആശയങ്ങൾ കൂട്ടി കലർത്തരുത് എന്നാണ്. എന്തൊരു അർത്ഥഗർഭമായ വാക്കുകളാണ്, എന്തൊരു അർത്ഥഗർഭമായ വാക്കുകളാണ്. അങ്ങനെ നമ്മെ വ്യക്തതയിലേക്ക് നയിച്ച ഒരു നേതാവിന്റെ ഓർമ്മയ്ക്ക് മുമ്പിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. എം.എ. ഉസ്താദിന്റെ സംയുക്ത കൃതികൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വായിച്ചിരിക്കേണ്ടതാണ്. നമ്മുടെ പുതിയ കാലത്തെ എല്ലാ സമസ്യകൾക്കുമുള്ള ഉത്തരം അതിനകത്തുണ്ട് എന്ന് ഞാൻ ആമുഖമായി വന്നിരിക്കുന്നു. നിരവധിയായ ആളുകളുടെ സംസാരിക്കാറുണ്ട്. ബഹുസ്വരത എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തിൽ ബഹുസ്വരത എന്ന വാക്ക് ഒരു സാമൂഹിക ആശയമേ അല്ല. പഠിക്കുന്ന കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാമൂഹിക ആശയമായിട്ടല്ല വന്നിട്ടുള്ളത്. അത് പോളിഫോണി എന്ന് പറയുന്ന ഒരു ആശയം സാഹിത്യത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. മിഖായിൽ ബത്കിൻ എന്ന് പറയുന്ന നോവലിസ്റ്റും അതുപോലെ തന്നെ നിരൂപകനുമായിട്ടുള്ള റഷ്യൻ നിരൂപകനുമായിട്ടുള്ള അദ്ദേഹമാണ് പോളിഫോണി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, ബഹുസ്വരത എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അത് നോവലിനെ വിശദീകരിക്കാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു നോവലിൽ നിരവധിയായ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അവർക്കെല്ലാവർക്കും വ്യക്തിത്വം ഉണ്ടാക്കിക്കൊണ്ട് പറയാൻ പറ്റും. അക്കാലത്തിൽ ഉണ്ടായിരുന്ന സാഹിത്യ സൃഷ്ടികൾ പലതും ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ചതായിരുന്നു. എന്നാൽ നോവൽ സ്വരൂപം എല്ലാവർക്കും സാമൂഹികമായ അർത്ഥത്തിൽ നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ബഹുസ്വരത? കുറേ സ്വരം, കുറേ ഒച്ചകൾ ഇങ്ങനെ ഒരുമിച്ച് കേൾക്കുകയെന്നതല്ല. അപ്പോൾ നമുക്കൊന്നും മനസ്സിലാകാതെ പോവുകയാണ് ചെയ്യുക. കുറേ സ്വരം, അതൊരു ബഹളം മാത്രം. ബഹുസ്വരത എന്ന് പറയുന്നത് അങ്ങനെ കുറേ സ്വരമുള്ളപ്പോൾ ഒരാളുടെ സ്വരം വ്യക്തമായി കേൾപ്പിക്കാൻ കഴിയുന്ന അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ ബഹുസ്വരത എന്ന് പറയുന്നത്. ഓണത്തിന്റെ പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിങ്ങനെയാണ്: മാവേലി നാടുവാഴി മുൻകാലം മാനുഷരാരും ഒന്നു പോലെ എന്നാണ്. ഒന്നുപോലെയാണ്, ഒന്നാവുക സാധ്യമല്ല. യൂണിഫോമിറ്റി ഈസ് ഇംപോസിബിൾ, ബട്ട് യൂണിറ്റി ഈസ് പോസിബിൾ. ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഓരോരുത്തരും മനുഷ്യൻ എന്ന നിലയിൽ പൂർണ്ണമായ സമാനത പുലർത്തുമ്പോൾ
ഉണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ ബഹുസ്വരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഹുസ്വരത ഒരു വ്യക്തിപരമായ ആശയം കൂടിയാണ്. ഞാൻ എന്ന ഈ മനുഷ്യൻ ഇവിടെ നിൽക്കുന്നു, ഞാൻ ബഹുസ്വരനായ ഒരു വ്യക്തിയാണ്. കാരണം എന്റെ ഉള്ളിൽ തന്നെ നിരവധിയായ വ്യക്തികൾ. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന ഭാഷ മലയാളമാണ്. ഈ മലയാള ഭാഷ എനിക്ക് എഴുതുന്നതാണ് കിട്ടിയത്, അത് സ്കൂളിൽ നിന്നേ അല്ല. അവിടെ എനിക്ക് ഈ ഭാഷ തന്നിട്ടുള്ളത്, ആ ഭാഷ തന്നിട്ടുള്ളത് കല്യാണമാണ്, കർണാടകനാണ്. എന്റെ വീട്ടിനടുത്ത് എന്നോട് സംസാരിച്ച മുഴുവൻ പേരുമാണ്. ഞാൻ ഇപ്പോൾ മരിച്ചു കിടക്കുമ്പോൾ, എന്റെ ഡെയിലി ഹോളിൽ മരിച്ചു കിടക്കുകയാണെങ്കിൽ കല്യാണത്തിൽ വന്ന് എന്നെ ചെറുപ്പത്തിൽ എന്നെ കളിയാക്കാൻ വേണ്ടി വിളിച്ചൊരു വാക്കുണ്ട്, ഒരു പേരുണ്ട്. ആ പേര് എന്നെ വിളിക്കുകയാണെങ്കിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കണ്ണു വലിച്ചു തുറക്കാൻ ഞാൻ ശ്രമിക്കുമായിരിക്കും, ശരി കുറിച്ചു നിൽക്കാൻ ഞാൻ ശ്രമിക്കുമായിരിക്കും. അത്രമേൽ എന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത് കല്യാണികളെ പറഞ്ഞിട്ടുണ്ട്. എന്റെ വ്യക്തിത്വം തന്നെ, എന്റെ ഭാഷ തന്നെ, ഞാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെ ബഹുസ്വരമാണ്. നമ്മുടെ ഈ ഭാഷയിലെ വാക്കുകൾ നോക്കൂ, അത് എവിടെ നിന്നൊക്കെ വന്നിട്ടുള്ളതാണ്. അറബിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, പോർച്ചുഗലിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, ചൈനയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, ഏതൊക്കെ മത പാരമ്പര്യത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അറബികൾ എത്ര വാക്കുകളിലൂടെ ഇവിടെ പിന്നെ വെച്ചിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ഭാഷ, നമ്മുടെ ജീവിതം, നമ്മുടെ ഈ ഉടുപ്പ്, നമ്മുടെ ഈ നടപ്പ്, നമ്മുടെ ഈ വീട്, നമ്മുടെ കെട്ടിടങ്ങൾ എല്ലാം പല നിലയിൽ നിന്നുണ്ടായി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആകെ തന്നെ ബഹുസ്വരമാണ് എന്നതാണ് രണ്ടാമത്തെ സന്ദേശമായി, ഇതിന്റെ അർത്ഥമായി എനിക്ക് പറയാനുള്ളത്. ഈ ഇന്ത്യയുടെ പാരമ്പര്യം നോക്കിയാൽ ഇന്ത്യ എന്ന വാക്ക് തന്നെ, ഇന്ത്യ എന്ന വാക്ക് ഇൻഡസ് നദിയുമായി, സിന്ധു നദിയുമായി ബന്ധപ്പെട്ടാണ്. അതിനെ ഹ എന്ന് ഉച്ചരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഗ്രീക്ക് വാക്ക് ഇ എന്ന് ഉച്ചരിച്ചു. എ എന്ന് ഉച്ചരിച്ച ലാറ്റിൻ ഇന്ത്യ, ഇന്ത്യ വൈ എന്ന വാക്ക് ഉച്ചരിച്ചു. അപ്പോൾ ഇന്ത്യ എന്നത് പദത്തിനകത്ത് തന്നെ ഗ്രീക്ക് അടങ്ങിയിരിക്കുന്നു, ലാറ്റിൻ അടങ്ങിയിരിക്കുന്നു, പേർഷ്യൻ അടങ്ങിയിരിക്കുന്നു, നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം അടങ്ങിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പേര് എന്താവണമെന്ന് ഭരണഘടനക്കകത്ത് ചർച്ച വന്നപ്പോൾ ഇന്ത്യ തന്നെ ഭാരതം എന്നാണ് പറഞ്ഞത്. ആദ്യം ഉച്ചരിച്ചത് ഇന്ത്യ. രാമന്റെ അനുജൻ ഭരതനുണ്ടായിട്ടതെന്ന അർത്ഥത്തിലോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് വേണം, ഒരർത്ഥത്തിൽ ക്രിട്ടിക്കലാണ്, ഒരർത്ഥത്തിൽ മതപരവുമാണ്. കുറെ കൂടി ഇന്ത്യയുടെ പാരമ്പര്യത്തിന് യോജിക്കുന്ന വാക്ക്, പേര് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനക്കകത്ത് തന്നെ ഇന്ത്യ ഭാരതം എന്ന് പറഞ്ഞത്. 1857 വിപ്ലവം എടുക്കൂ. 1857 വിപ്ലവമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായം. ആ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് അയോധ്യയിൽ നിന്നാണ്. ഏത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട അയോധ്യയിൽ. ആ അയോധ്യയിൽ നിന്ന് ലോങ് മാർച്ച് ഡൽഹിയിലേക്കുള്ള ലോങ് മാർച്ച് നേതൃത്വം കൊടുത്തത് രണ്ടുപേരാണ്. ഒന്ന് മൗലവി അമീർ അലിയാണ്, രണ്ടാമത്തത് മഹന്ത് രാംചരൺ ദാസ്. മൗലവി അമീർ അലിയാണ്, മഹന്ത് രാംചരൺ ദാസ്. രണ്ടുപേരും മതത്തിന്റെ ആളുകളാണ്, മതവിശ്വാസികളാണ്, മത നേതാക്കളാണ്. പക്ഷെ അവർക്ക് ഒരൊറ്റ കോസിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുമിച്ച് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവരെ രണ്ടുപേരെയും ഒരേ വിളക്കുകാരിൽ തൊട്ടിലേച്ചു. എന്നിട്ട് മഹന്ത് രാംചരൺ ദാസിനെ കുഴിച്ചിട്ടു, മൗലവി അമീർ അലിയെ ദഹിപ്പിച്ചു. നിങ്ങളുടെ മതം നിങ്ങളെ ഒരുമിച്ചിരിക്കുന്നു, നിങ്ങളുടെ മതവിശ്വാസം നിങ്ങളെ ഒരുമിച്ചിരിക്കുന്നു. അതുകൊണ്ട് മരണത്തിൽ പോലും നിങ്ങളുടെ മതവിശ്വാസം ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ബ്രിട്ടീഷുകാരോട് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ബഹുസ്വരത നിങ്ങൾ വർത്തമാനകാലത്തല്ല തിരയേണ്ടത്, അത് ഭൂതകാലത്താണ്. ഈ രാജ്യം രൂപപ്പെട്ടു വന്ന മുഴുവൻ ഇടങ്ങളിലും ബഹുസ്വരത ഉണ്ടായിരുന്നു എന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വന്ന ഏത് സാഹചര്യത്തിനകത്തും ഈ ബഹുസ്വരത കാണാൻ പറ്റും. ഗാന്ധി വന്നതിന് ശേഷമാണല്ലോ ലോകത്തെ തന്നെ ഏറ്റവും ഗംഭീരമായ സമര പ്രതീകം ഉണ്ടാകുന്നത് ഇന്ത്യയിലാണ്. അത് ഉപ്പ് കാണുന്നു. ഒരു കടൽ തീരത്തെ ഒരു കുമ്പിൽ വെള്ളത്തിൽ ഒരു മഹാഗർജനം കേട്ടു. ഒരു പിടി ഉപ്പിന്റെ ഉപ്പ് വിയർപ്പിലും രുചിരത്തിലും തുടിച്ചു എന്നാണ് കവി എഴുതുന്നത്. ഉപ്പ് എന്താണ് പ്രത്യേകത? അതിൽ പണ്ഡിതനും പാമരനും ധനികനും ദരിദ്രനും എല്ലാവരുടെയും ശിരകളിൽ ഒഴുകുന്ന ഉർവരതയാണ് ഉപ്പ്. അതുകൊണ്ട് ലോകത്തെ തന്നെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന സമര പ്രതീകമാണ് മഹാത്മാഗാന്ധി കൊണ്ടുവന്നിട്ടുള്ളത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും ഒരുമിപ്പിക്കാൻ ഗാന്ധിക്ക് സാധിച്ചു എന്നുള്ളത് ബഹുസ്വരമായ പാരമ്പര്യമാണ് നമുക്കുള്ളത് എന്നതുകൊണ്ടാണ്. ഗാന്ധിയും അലി സഹോദരന്മാരും തമ്മിലുള്ള സൗഹൃദം അങ്ങേയറ്റമാണ്. ഒരു മമ്പുറം തങ്ങളുണ്ടെങ്കിൽ ഒരു ഗോവിന്ദനായിരുന്നു, ഒരു സാമൂതിരി ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞുമരുന്ന്
ബഹുസ്വര പാരമ്പര്യത്തെ ആർക്കും തകർക്കാനാകുമെന്ന് തോന്നുന്നില്ല. എന്റെ വീടിന്റെ നേരെ എതിർവശത്ത് മനോജിന്റെ വീടിരിക്കുന്നു. എന്റെ വീട്ടിലെ ഏത് ഉത്സവവും പൂർത്തിയാകണമെങ്കിൽ നിങ്ങൾ എന്ത് നിയമം കൊണ്ടുവന്നിട്ടും കാര്യമില്ല. എന്റെ വീട്ടിലെ ഉത്സവങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ മനോജ് വന്നേ ഒക്കൂ. മനോജിന്റെ വീട്ടിലെ ഏത് വിശേഷ അവസരങ്ങളും പൂർത്തിയാക്കണമെങ്കിൽ ഞാൻ അവിടെ ചെന്നേ ഒക്കൂ. നിങ്ങൾക്ക് ഏത് പൗരത്വ നിയമവും കൊണ്ടുവരാം, നിങ്ങൾക്ക് ഏത് പുതിയ നിയമങ്ങളും കൊണ്ടുവരാം. എന്നെയും അയാളെയും അകറ്റാനുള്ള പലതരത്തിലുള്ള തന്ത്രങ്ങൾ നിങ്ങൾക്ക് അകറ്റാം. പക്ഷേ ഞങ്ങൾ മനുഷ്യരെന്ന നിലയിൽ ഒരുമിച്ച് കൊണ്ടേയിരിക്കും എന്നതിനാൽ ബഹുസ്വരത തകർന്നു പോകുമെന്ന ഒരു പേടിയും എനിക്കില്ല. ഈ മനുഷ്യർ ഈ പാരമ്പര്യത്തിൽ തന്നെ കടന്നു പോകുമെന്നും ഇന്ത്യ എന്ന ആശയം ഇതേപോലെ നിലനിൽക്കുമെന്ന ആത്മവിശ്വാസം നമുക്കുണ്ട്. അപ്പോഴും പലതരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുണ്ടാക്കിയ മുറി എത്രയാണ്? ഒറ്റപ്പെട്ട സംഭവമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ സമൂഹത്തിനകത്ത് ഞാൻ പറയുന്നു, അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കല്ല മൊഴിയുണ്ടാക്കിയതെന്നാണ് ഞാൻ പറയുന്നത്. അത് സത്യത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തന്നെയാണ് മൊഴിയുണ്ടാക്കിയത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ നമ്മൾ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്? അച്ഛന്മാർ എത്ര എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ടായ ഫാദേഴ്സ് ഉണ്ടായിരുന്നത്. നാട്ടിൽ റോഡ് കെട്ടുമ്പോൾ, സ്കൂൾ പണിയുമ്പോൾ, മദ്യവിരുദ്ധ സമിതിയിലൊക്കെ നേതാക്കളായി നിൽക്കുന്നത് പോകേണ്ട അച്ഛന്മാർ. അത്രയും വലിയ ഉണർന്ന പാരമ്പര്യമുള്ള ഒരു സമൂഹം ഇങ്ങനെ അസ്വസ്ഥമാക്കുന്ന, ഇങ്ങനെ എന്താ പറയാ എന്തിനോടും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന അസ്വസ്ഥമായ ഒരു സംഭവമാകാൻ അവർ മാറുന്നത് എത്ര കഷ്ടമാണ് എന്നാണ് അവരോട് തന്നെ നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ദയവായി ഇങ്ങനെ മനുഷ്യരെ വിഭജിക്കുന്ന കാര്യങ്ങൾ പറയാൻ നമ്മൾ പോകരുത്. അപ്പോഴും കുറ്റമാണ്. നമുക്ക് എന്താണ് ഇത് പറഞ്ഞവരാണ് വിഭജനം ഉണ്ടാക്കുന്നത്, ഒരിക്കലുമല്ല. ഇത്തരം മനുഷ്യരെ വിഭജിക്കുന്ന ഘടകങ്ങൾ കൊണ്ടുവരാതിരിക്കുക, അതുണ്ടാക്കുന്ന ദോഷം ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാനാവാത്തവണ്ണം മനുഷ്യനെ അകറ്റിക്കളയും എന്ന കാര്യം ആലോചിക്കണമെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് ഒറ്റ വാർത്തകൾ താഴെയുള്ള കമന്റുകൾ നോക്കിയാൽ എത്ര പച്ചയിലാണ് ഇപ്പോൾ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമുക്ക് മനുഷ്യർ ഒരുമിച്ച് നിന്നുകൊണ്ട് പരിഹരിച്ചേ പറ്റുള്ളൂ. മുസ്ലിങ്ങൾക്ക് യാതൊരു ഒച്ചയുമില്ല. ഞങ്ങളുടെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ പറഞ്ഞിട്ടുള്ളത് അറബി അനറബിയേക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ല, സൂക്ഷ്മതയുടെ കാര്യത്തിലല്ല. ഒരാളെ നിന്ന് വ്യത്യസ്തമാക്കും, അറബിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുണ്ടെങ്കിൽ അത് തഖ്വ കൊണ്ട് മാത്രമാണ്, സൂക്ഷ്മത കൊണ്ട് മാത്രമാണ്. ഒരാളെ കറുമ്പിയുടെ മകനെ എന്ന് വിളിക്കുമ്പോൾ, കറുമ്പിയുടെ മകനെ എന്ന് വിളിക്കുമ്പോൾ മുത്തുനബി ശകാര സ്വരത്തിൽ പറയുന്ന വാചകം ഇതാണ്: നിന്നിൽ നിന്ന് ജാഹിലിയ്യത്തിന്റെ അംശം ഒഴിഞ്ഞു പോയില്ലേ എന്നാണ്. ജാഹിലിയ്യത്ത് എന്ന് പറഞ്ഞാൽ മതം വരുന്നതിന് തൊട്ടുമുമ്പുള്ള ഇരുണ്ട കാലത്തെയാണ് ജാഹിലിയ്യത്ത്. ജാഹിലിയ്യത്ത് എന്ന ഗൗരവതരമായ വിമർശനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചരിക്കുന്നത് നിസ്കരിക്കാത്തതിനല്ല, നോമ്പ് നിൽക്കാത്തതിനല്ല. ആ ജനങ്ങളെ എന്ന പദത്തിനകത്ത് മുഴുവൻ സാഹചര്യവുമുണ്ട്. മദീനത്ത് ഒരു നഗരരാഷ്ട്രം ഉണ്ടാക്കിയപ്പോൾ അവരുടെ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പൂർണ്ണമായി പിന്തുടരാനുള്ള അവകാശം അനുവദിച്ചു കൊടുത്തിട്ടുള്ള മതമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സംസ്കൃതിക്കകത്ത് തന്നെ തീർച്ചയായും ഈ ബഹുസ്വരത്തെ അംഗീകരിക്കുന്ന പാഠങ്ങളുണ്ട്. എന്നാൽ ഞങ്ങൾക്കിടയിൽ ആരെങ്കിലും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, തീവ്ര നിലപാട് എടുക്കുന്നുണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ മധ്യമ സൗന്ദര്യത്തിൽ നിൽക്കാതെ പോകുന്നുണ്ടെങ്കിൽ അവരെ തള്ളി പറയാൻ ഞങ്ങൾക്ക് യാതൊരു പണിയുമില്ല. IS ഇസ്ലാം അല്ല എന്ന് മുദ്രാവാക്യം മുഴക്കിയവരാണ് ഞങ്ങൾ. ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ അതിന് തൊട്ട് ശേഷമുള്ള റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. മുസ്ലിം സമുദായത്തിലെ തന്നെ ചിലർ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ നേതാവ് ഇന്നത്തെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി പറഞ്ഞത് ഒരു കാരണവശാലും റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കരുത് എന്നാണ്. റിപ്പബ്ലിക് ദിനം ഇന്ത്യൻ ഭരണഘടനയുടെ ആണ്ടാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആഘോഷമാണ്. ഒരു കാരണവശാലും അത് ബഹിഷ്കരിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വര പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഞങ്ങളെ ദയവായി ഇതിൽ നിന്ന് അകറ്റാനും കൺഫ്യൂഷൻ ഉണ്ടാക്കാനും അസ്വസ്ഥമാക്കാനും ഞങ്ങളുടെ വേഷത്തെ, ഞങ്ങളുടെ ഭക്ഷണത്തെ, ഞങ്ങളുടെ വിദ്യാഭ്യാസ രീതിയെ, ഞങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ ഒന്നും നിങ്ങൾ ഒറ്റയിട്ട് ആക്രമിക്കരുത് എന്നാണ് ഈ സമൂഹത്തോട് പറയാനുള്ളത്. ഞങ്ങളുടെ മതവിശ്വാസത്തെ ഞങ്ങൾ വളരെ പ്രാധാന്യപൂർവ്വം കാണുന്നു, അതിനെ കൊണ്ടുപോകുന്നു. അതൊരിക്കലും ഈ പൊതുസമൂഹവുമായി ഏറ്റുമുട്ടുന്നില്ല. ഞങ്ങൾ നോമ്പുകാരനാകുന്നു എന്നുള്ളത് മറ്റൊരാളെയും ശരീരത്തനുസരിച്ച് ഞങ്ങൾ നടക്കുന്നു എന്നത് മറ്റൊരു ഭവിഷ്യത്തെയും അത് പരിഹരിക്കുന്നില്ല. ഇസ്ലാം എല്ലാ കാലത്തും ഈ സമൂഹം ഉണർവിന്റെ സമൂഹമാണ്, വെളിച്ചത്തിന്റെ സമൂഹം.
കേരളത്തിൽ മതപരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്, മതസ്വീകരണമാണ് ഉണ്ടായിട്ടുള്ളത്. മനുഷ്യർ തൊട്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇതിലേക്ക് ആളുകൾ വന്നിട്ടുള്ളത്. മനുഷ്യർ ഒരുമിച്ച് കൈകൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അക്കാലത്ത് മനുഷ്യർക്ക് ചെരുപ്പിടാൻ ഒട്ടുമായിരുന്നില്ല, മാറുമറയ്ക്കാൻ ഒട്ടുമായിരുന്നില്ല, റോഡിലൂടെ നടക്കാൻ ഒട്ടുമായിരുന്നില്ല. തൊട്ടുകൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളവരായി മനുഷ്യർ മാറിയുന്ന ഒരു കാലത്താണ് ഇസ്ലാം ഇവിടേക്ക് കടന്നു വരുന്നത്. ആ കടന്നു വരുന്ന ഇസ്ലാം മനുഷ്യന് ഗംഭീരമായ ഇടങ്ങളും അന്തസ്സും കൊടുത്തു വരുന്നതാണ്. ആ അന്തസ് ഇന്നും ഞങ്ങൾ ഉയർത്തിച്ചിരിക്കുന്നു. ഞങ്ങളുടെ മുത്തിനെത്തി എല്ലാ മനുഷ്യരെയും അന്തസ്സോടെ കാണാൻ, എല്ലാ ഉള്ളിലും വ്യക്തിത്വമുണ്ട് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ വഴിയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ബഹുസ്വര പാരമ്പര്യത്തെ ഉണർത്തിക്കൊണ്ട് നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ് എന്ന് ഞാൻ കാണുന്നു. സംസാരിക്കാൻ ക്ഷമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്ന മറ്റുള്ളവരെല്ലാവരും ഈ വിഷയത്തെ കൂട്ടിച്ചേർക്കും എന്ന് കരുതിക്കൊണ്ട് തന്റെ അഭിവാദ്യങ്ങൾ അസലമായി. ഞാൻ കടന്നുപോയി അത്തരം ഒരു സന്ദർഭത്തിൽ മഹാനായ ഉസ്താദിന്റെ കീഴിൽ നടക്കുന്ന ആഴ്ചയുടെ ഭാഗം സാംസ്കാരിക സമ്മേളനത്തിൽ ഈ വിഷയത്തിൽ അടികളായിട്ടുള്ളത് തന്നെ സംസാരിക്കാൻ ഇനിയും ഒരുപാട് ആളുകൾ. മഹാനായ ഉസ്താദ് നമുക്കറിയാം കടത്തുമെത്തിയ സ്ഥാപനം. ഇതിന്റെ തുടക്കമാണ് വന്ന് ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വന്ന വഴി നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കും. ആ മഹാന്റെ പാതയിൽ പിന്തുടർന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താൻ അടിവരയിട്ട് പറഞ്ഞതുപോലെ ലോകരാഷ്ട്രത്തിന് മുന്നിൽ അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന സുന്ദരമായ ഒരു ഭരണഘടനയാണ്. വിവിധ ജാതിയുള്ളവരും വിവിധ മതക്കാരും വിവിധ ഭാഷക്കാരും അവരവരുടെ സ്വാതന്ത്ര്യമുള്ള സുന്ദരമായ ഒരു ഭരണഘടനയാണ് ഭാരതത്തിന്റെ ഭരണഘടന. അങ്ങനെയാണ് ഞങ്ങളുടെ പൂർവാധികന്മാർ ഈ ഭരണഘടന ഉണ്ടാക്കിയത്. എന്റെ നേതാവ് മഹബൂബ് ഇബ്രാഹിം സാഹിബ് ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിച്ചത് ഒരു കയ്യിൽ പരിശുദ്ധ ഖുർആനും മറുകൈയിൽ ഇന്ത്യയിലെ ഭരണഘടനയും പിടിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അത്രമാത്രം ഭരണഘടനയിലെ ഇന്ത്യ രാജ്യത്തിലെ ഓരോ പൗരനും സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നു, അതനുസരിച്ച് ജീവിക്കണം എന്നാഗ്രഹിക്കുന്നു. പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഭരണഘടന ലംഘനമാണ്. ഈ ഭരണഘടന ലംഘനം എന്നു മുതലാണ് ഉണ്ടായത് എന്നതിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കടന്നാൽ അതൊരു രാഷ്ട്രീയമായി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ഭരണഘടനകളെന്ന് ജാതിയും ജാതിയും മതവും എല്ലാം അനുസരിച്ച് അവരുടെ അനുഷ്ഠാനങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിനപ്പുറം നമുക്കൊരു വിദേശ നയമുണ്ട്. വളരെ സുന്ദരമായ വിദേശ നയം, ചേരിചേരാ നയം. നമുക്കറിയാം, ഈ സമ്മേളനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ പരന്തിനെ പോലെ പലസ്തീനിന്റെ ആകാശത്തിലൂടെ ബോംബിങ്ങിനെടുക്കുന്നതിന് വേണ്ടി മനുഷ്യരെ, കുട്ടികളെ കൊല്ലുന്നതിന് വേണ്ടി പറക്കുന്ന ഇസ്രായേലിന്റെ വിമാനം, യുദ്ധവിമാനം പറന്നുകൊണ്ടിരിക്കുന്ന സമയം കുട്ടികള് പേടിച്ചുകൊണ്ട് വിറച്ചുകൊണ്ട് ഓടുന്നു, വൃദ്ധന്മാർ ഓടുന്നു, നാടാകെ ഓടുന്നു, മനുഷ്യരെ പച്ചാപകൽ കൊല്ലുന്നു. യുദ്ധമല്ല, അവിടെ ഒരു മനുഷ്യൻ കുരുതിയാണ് നടക്കുന്നത്. അങ്ങനെയുള്ള കുരുതി നടക്കുക ഈ സന്ദർഭത്തിൽ ഇന്ത്യയുടെ വിദേശ നയം എന്ത് എന്നുള്ളത് പരിശോധിക്കേണ്ട സംഗതിയാണ്. ഇന്ത്യയിലെ പൂർവാധികന്മാരുണ്ടാക്കിയ വിദേശ നയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നരേന്ദ്രമോദിയുടെ വിദേശ നയം സൂചിപ്പിക്കുകയാണ്. അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതാണ് പറഞ്ഞത്, നമ്മുടെ രാജ്യം അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ സന്ദർഭത്തിൽ ഐക്യത്തോടുകൂടി ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ എന്റെ പങ്ക് എന്ത് എന്ന് ഓരോ ഇന്ത്യൻ പൗരന്മാരും ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്നുള്ളത്. സംസാരം ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ഒരു മണിക്കൂർ നിങ്ങളോട് തകർത്ത് പ്രസംഗിക്കണം. ഞാൻ ആ പുസ്തകം പുറത്തില്ല. കാരണം ആ പുസ്തകം കണ്ടപ്പോൾ തന്നെ ചില ആളുകൾക്കൊരു ടെൻഷൻ വരാതിരുന്നില്ല. പക്ഷെ ആ പുസ്തകത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചത്. ഇപ്പോ മഹാത്മാഗാന്ധിയാണ്
ആവേശപൂർവ്വം ചേർത്തു പിടിക്കുകയും വൈവിധ്യങ്ങളിലൂടെ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം ശ്രേഷ്ഠമാകുന്നത് എന്നാണ് ഗാന്ധി പറഞ്ഞത്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന ഒരു കാര്യം പ്ലൂറലിസവും സെക്യുലറിസവും സൂചിപ്പിച്ചു. സോഷ്യൽ മീഡിയയെ കുറിച്ച് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് തരുന്ന ഒരു അപകടം എന്താ? നിങ്ങൾ എല്ലാ ദിവസവും ഇസ്ലാം 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 എന്ന് സെർച്ച് ചെയ്യും. മറ്റന്നാൾ മുതൽ നിങ്ങൾ ഇസ്ലാമിനെ ടീച്ചറാണ്. മറ്റൊന്നും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കോൺഗ്രസ് 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 എന്ന് സെർച്ച് ചെയ്യുന്നതുകൊണ്ട് എന്റെ എല്ലാ സോഷ്യൽ മീഡിയയിലും എന്റെ നേരെ വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. എന്റെ പ്രിയപ്പെട്ട മറ്റു പാർട്ടിയുടെ ആളുകൾ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെർച്ച് ചെയ്താൽ അത് മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് ഒരു എഡിക്ഷൻ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ആ എഡിക്ഷൻ അപ്പുറത്തേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോകാനും ചിന്തിപ്പിക്കാനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് സാധിക്കണം. പാർലമെന്റിൽ 4-3 ഭൂരിപക്ഷം നേടാനുള്ള വലിയ പോരാട്ടമെല്ലാം അവർ നടത്തി. പക്ഷെ ഇന്ത്യയിൽ നേരത്തെ സൂചിപ്പിച്ച ഒരു വാക്കുണ്ടല്ലോ, ഇന്ത്യ, അല്ലെ? ആ ഇന്ത്യ എന്ന് പറയുന്ന വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുന്നണി ഇന്ത്യയിൽ പിറവികൊണ്ടു. ഇന്ത്യയിലെ 26 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് തലക്കും വിലകും നിന്നു. ആ വലിയ ഭൂരിപക്ഷത്തിൽ നിന്ന് ഭരണകൂടത്തെ താഴെ നിർത്താൻ ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രം ഒരു ഭരണകൂടത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു. ഞാൻ രാഷ്ട്രീയമല്ല ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ വന്ന് സംസാരിക്കുന്നത്. ഇന്ത്യക്കകത്ത് ഈ പ്ലൂറലിസത്തിന് എന്താണ് തകർച്ച സംഭവിക്കുന്നത് എന്നുള്ളതാണ്. മെജോറിറ്റേറിയൻ നാഷണലിസം എന്നാണ് അവരെ പറയുന്നത്. മെജോറിറ്റേറിയൻ നാഷണലിസം വേഴ്സസ് ഭരണഘടനാ സെക്യുലറിസം. റേസിസത്തിൽ ഒരു ജാതി ഒരു മതം എന്നതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ട ജൂതന്മാർ ഇന്ന് പലസ്തീന്റെ ഹൃദയത്തെ പിച്ചു ചീന്തി ഇതുപോലുള്ള കൊച്ചു കൊച്ചു കുട്ടികളെ പോലും കൊന്നൊടുക്കി മുന്നോട്ട് പോകുന്ന പ്രാകൃതാവസ്ഥയിലേക്ക് അവരുടെ മനസ്സ് പോലും എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വൈവിധ്യവൽക്കരണത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. സെക്യുലറിസം എന്ന പദം സ്വാഭാവികമായും എന്നെ പോലുള്ള കോൺഗ്രസുകാർക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിഫിക്സ് ആമുഖം എടുത്ത് പരിശോധിച്ചാൽ സോവറൈൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, ഈ 3 വാക്കുകൾ മാത്രമേ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതിനകത്ത് സോഷ്യലിസ്റ്റ്, സെക്യുലർ ഈ 2 പദങ്ങൾ സംഭാവന ചെയ്തത് 1976 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ്. ആ ഇന്ദിരാഗാന്ധിയാണ് സെക്യുലറിസത്തിന് എവിടെയോ ഒരു അപകടം ഇന്ത്യയിൽ സംഭവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ട്. പക്ഷെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇന്ത്യയിൽ ഒരു മുന്നേറ്റം 3 തവണ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. 1948 ഫെബ്രുവരി 4-നാണ് RSS ആദ്യമായി ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടത്. ഗാന്ധിയെ കൊന്നത് RSS ആണോ എന്ന വലിയ ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. പക്ഷേ 1948 ഫെബ്രുവരി 4-ാം തീയതി, അതായത് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം 4 ദിവസത്തിന് ശേഷം ശ്രീ സർദാർ വല്ലഭായ് പട്ടേൽ RSS ഇന്ത്യയിൽ നിരോധിച്ചു. 1976 ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് പകരമേൽക്കുന്നു, ഇന്ത്യയുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ ഇന്ദിരാഗാന്ധി RSS നിരോധിച്ചു. പിന്നീട് 1992 നിങ്ങൾ ഓർമ്മിക്കണം, ഡിസംബർ 10-ാം തീയതി, ഡിസംബർ 6-നാണ് ബാബറി മസ്ജിദിന്റെ മിനാരങ്ങളിലെ കല്ലുകളെല്ലാം മതേതരത്വം തകർന്നു വീഴുന്നത് പോലെ ഇന്ത്യയിൽ തകർന്നു വീഴുന്നത്. ആ സംഭവം കഴിഞ്ഞ് 10-ാം തീയതി വെറും 4 ദിവസം, ഗാന്ധിയെ കൊണ്ട് 5 ദിവസം എടുത്തുവെങ്കിൽ ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷം വെറും 4 ദിവസം കൊണ്ട് RSS വീണ്ടും ഇന്ത്യയിൽ നിരോധിച്ചു. കുത്തി ദൈവത്തെ പ്രാർത്ഥിച്ചതുകൊണ്ട് നിങ്ങൾക്കുണ്ടായ തരം കാണുക എന്ന അഭിമാനത്തോടെ ഈ ലോകത്തോട് വിളിച്ചു പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണം. അതുകൊണ്ട് നല്ല മക്കളായി വളരാൻ നല്ല സ്വപ്നങ്ങൾ കാണുക. Dream, dream, dream. Convert that dreams into thoughts. Make that thoughts into reality. സ്വപ്നങ്ങൾ അത് കണ്ടുകൊണ്ടേയിരിക്കുക. കാണുന്ന സ്വപ്നങ്ങളെ ചിന്തകളാക്കി പരിവർത്തനം ചെയ്യുക. പരിവർത്തനം ചെയ്യപ്പെട്ട ചിന്തകളെ
സാധിക്കുക. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ കണ്ടാൽ നിങ്ങൾക്കും മതിയാവില്ല, നിങ്ങളെ കണ്ടാൽ എനിക്കും മതിയാവില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിലെ മുറിയാണ്, അല്ലെ? അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. റോബർട്ട് ഫസ്റ്റ് പറഞ്ഞതുപോലെ but I have promises to keep and miles to go before I sleep and miles to go before I sleep. അവിടെ നമ്മുടെ ബഹുസ്വരതയും എല്ലാ മനുഷ്യരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന മതബോധവും എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്ന രാഷ്ട്രതന്ത്രജ്ഞതയും ഈ മണ്ണിലും മനസ്സിലും ഉണ്ടാവട്ടെ എന്ന് മാത്രം. നമ്മുടെ സമൂഹത്തിൽ സമുദായത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന മഹത്തായ സംഭാവനകൾ വളരെ താല്പര്യപൂർവ്വം നോക്കിക്കാണുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അതിൻ്റെ പിന്നണിയുമായി പ്രവർത്തിക്കുന്ന നിങ്ങളുടെയൊക്കെ ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കാം എന്ന രീതിയിലാണ് ഞാൻ ഈ പരിപാടിയിൽ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് അതുപോലെ ഉസ്താദ് വിളിച്ചപ്പോൾ തയ്യാറായി വന്നു. ഈ പരിപാടിയെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ബഹുസ്വരത ചർച്ചകളൊക്കെ അതിനെക്കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ചതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ചുരുക്കം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിച്ചു. ബഹുസ്വരത എന്നത് നമ്മൾ ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. ബഹുസ്വരത നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ജീവവായുവാണ്. ബഹുസ്വരത നമ്മുടെ സംസ്കാരമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തെ ഒരുപാട് സവിശേഷതയുള്ള രാജ്യമാണ് നമ്മൾ. ലോകത്തിലെ എല്ലാ മതങ്ങളും ഇന്ത്യയിലും അതിനകത്ത് ഒരുപാട് ജാതികളും ഉപജാതികളും പലതരം ഭാഷ, വേഷങ്ങൾ, ആചാരം, ആഹാരം, ഇതിലൊക്കെ വ്യത്യസ്തരായിട്ടുള്ള ജനങ്ങൾ അതേസമയം ഏകോദര സഹോദരങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യമാണ് ബഹുസ്വരത. ഈ ബഹുസ്വരത നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യം എന്ന നിലയിൽ നിലനിൽക്കുന്നതിനും അഭിവൃദ്ധി പ്രാപിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ഭരണഘടനാ ശില്പികളും ബഹുസ്വരതയെ ഊന്നിക്കൊണ്ടുള്ള ഒരു ഭരണഘടന നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഭരണഘടന ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും ഒരേപോലുള്ള നീതിയും അവകാശങ്ങളും സ്വാതന്ത്ര്യവും പ്രദാനം ചെയ്യുന്നു. നമ്മുടെ രാഷ്ട്രം അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും രക്തരൂക്ഷിതമായ ഒരു കലാപത്തിലൂടെ പിറന്നൊരു രാജ്യമാണ്. ആ കലാപത്തിന് ശേഷം വർഗീയമായി ചേരിതിരിഞ്ഞ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റു മതസ്ഥരൊക്കെ പരസ്പരം ചേരിതിരിഞ്ഞ് പരസ്പരം കൊന്നൊഴുകി ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ച ഒരു കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പിറവി. ആ ഒരു ഭീകരമായ അനുഭവത്തിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എഴുതപ്പെട്ട അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഭരണഘടന നമുക്ക് കൃത്യമായ ദിശാബോധം നൽകുന്നു. നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകണമെന്നത് ആ ഭരണഘടനാ ശില്പികൾക്ക് നല്ല ധാരണയുണ്ട്. കാരണം നമ്മുടെ വൈചാര്യങ്ങൾ ഒരുപാടാണ്. ഇപ്പം ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെ ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിത്വം, അവരുടേതായ രീതികൾ, ആചാരം, ചിലപ്പോൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരിൽ പോലും പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഈ വ്യത്യാസത്തെ അല്ല കാണുന്നത്. നമ്മൾ ഒരേ നാട്ടുകാരാണ്, ഒരേ രാഷ്ട്രത്തിൽ ജീവിക്കുന്നവരാണ്, ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുന്നതാണ് എന്നൊക്കെയുള്ള ഒരുപാട് നമ്മെ ഒന്നിപ്പിക്കുന്നത് അതിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ നിന്നപ്പോഴൊക്കെ തന്നെയാണ് നമ്മുടെ രാഷ്ട്രത്തിൽ വലിയ രീതിയിലുള്ള കലാപങ്ങളൊക്കെ പുറപ്പെട്ടുള്ളത്. നമ്മളിപ്പോൾ വെല്ലുവിളിയെ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും മുമ്പേ സംസാരിച്ചു പറഞ്ഞപോലെ അങ്ങേയറ്റം വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വെല്ലുവിളിക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം മതസ്ഥരിൽ മതവിശ്വാസമനുസരിച്ച് ജീവിച്ചു കഴിക്കുന്ന യാതൊരു പ്രശ്നമില്ല. അത് തന്നെയാണ് ബഹുസ്വരത. നിങ്ങൾ നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കുന്നു, ഞാൻ എൻ്റെ മതമനുസരിച്ച് ജീവിക്കുന്നു. പരസ്പരം സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും നമ്മൾ കഴിയും. പക്ഷെ ഇതിലേക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾ എൻ്റെ ശത്രു, ഞാൻ നിങ്ങളുടെ ശത്രുവായി മാറും. ആ ഒരു സാഹചര്യം ഇതിൻ്റെ വലിയ രീതിയിൽ വളർന്നു വരുന്നു.
വലിയ രീതിയിലെ പ്രകോപനങ്ങൾ ഉണ്ടാവുന്നു. പക്ഷെ ആ പ്രകോപനങ്ങളൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അഭിമാനബോധമുള്ള, സ്വാതന്ത്ര്യബോധമുള്ള, അച്ചടക്കമുള്ള ഒരു ജനതയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സാധ്യപ്രസ്ഥാനം നൽകുന്ന മഹത്തായ സംഭാവന അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ മുന്നണിയിലും പിന്നണിയിലുമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹാദരങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പരിപാടിയിൽ സംസാരിക്കാൻ കഴിയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എത്ര സമയം സംസാരിക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ സുലൈമാൻ സാർ പറഞ്ഞു എല്ലാവർക്കും ഒരു 15 മിനിറ്റ് കിട്ടും എന്ന് കരുതുന്നു എന്നാണ് പറഞ്ഞത്. 6 മണി 6:10 കഴിയുമ്പോൾ നിങ്ങൾക്ക് നിസ്കാരത്തിൻ്റെ സമയമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ കുറച്ച് സമയം കൂടി ബാക്കിയുള്ളവരെ ചെറിയ ചെറിയ വാക്കുകൾ കേട്ടാൽ ഇവിടെ വന്ന ആൾക്കാർക്ക് ചെറിയൊരു സന്തോഷമാവും, നിങ്ങൾക്കും എന്തെങ്കിലും പുതിയത് കിട്ടിയാലായി എന്നുള്ളതാണ്. അത് ഒരു ദിവസം കഴിക്കാം, രണ്ടാമത്തെ ദിവസം അതിന് കഴിക്കുമ്പോൾ അത്ര ഇഷ്ടം തോന്നില്ല. ചിലപ്പോൾ 3-ാമത്തെ ദിവസമോ 4-ാമത്തെ ദിവസമോ പോയി കഴിഞ്ഞാൽ അതിനോടുള്ള ഇഷ്ടം കുറഞ്ഞു പോകും. അതിൻ്റെ കൂടെ പിന്നെ ക്യാരറ്റ് ചേർന്നാൽ, ചിലപ്പോൾ ഉള്ളി ചേർന്നാൽ, ചിലപ്പോൾ മറ്റുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ചേർന്നാൽ അതിനെ പിന്നെയും കുറച്ചു കാലത്തേക്ക് കൂടി രുചി കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് ബഹുസ്വരത എന്ന് പറയുന്നത്. ഒന്നിനെ തന്നെ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കില്ല. എല്ലാത്തിൻ്റെ കൂടെ എന്തെങ്കിലും പുതുമ അല്ലെങ്കിൽ വ്യത്യസ്തത കൊണ്ടുവരുമ്പോഴാണ് അത് ആസ്വാദ്യകരമാകുന്നത്. ബിജു തിരുമല ഒരു സിനിമയ്ക്ക് വേണ്ടി തേനും വയമ്പും എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് എഴുതി. ആ പാട്ടിന്റെ വരികൾ തുടങ്ങുന്നത് ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാനാദം എന്നാണ്. അദ്ദേഹം അതിന്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതാൻ വേണ്ടി ഒരു മുറിയെടുത്ത് ഇരിക്കുന്ന സമയത്ത് എനിക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ എൻ്റെ ചെവിയുടെ അടുത്ത് വന്നിട്ട് അവിടെ കുറെ കൊതുകുണ്ടായിരുന്നു. കൊതുക് ഇങ്ങനെ വന്ന് കാതിൽ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒറ്റക്കമ്പി നാദം മൂളും വീണാനാദം എന്ന രീതിയിൽ പാട്ട് എഴുതിയത് എന്ന് പറഞ്ഞു. സത്യത്തിൽ നമുക്ക് കൊതുകിനെ ഇഷ്ടമല്ല, അത് ഒരേ തരത്തിൽ മൂളുന്നത് കൊണ്ടാണ്. അത് വ്യത്യസ്തമായി മൂളിയാൽ നമുക്കത് കേട്ടിരിക്കാൻ, അത് കഴിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി കേട്ടാലും സാരമില്ല എന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പലരും സംസാരിച്ച പലരും പറഞ്ഞതുപോലെ ബഹുസ്വരത, മതവും രാഷ്ട്രീയവും എന്നൊക്കെ പറയുമ്പോൾ, ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വചനമുണ്ട്. ഇന്ത്യ ഈസ് ലൈക്ക് ആൻ ഓഷ്യൻ ദാറ്റ് ആക്സെപ്റ്റ്സ് ഓൾ ദ റിവേഴ്സ്, ബിഗ് ഓർ സ്മാൾ, പ്യൂർ ഓർ ഇംപ്യൂർ. വളരെ മഹത്തായതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യുന്ന, എല്ലാത്തിനെയും സ്വീകരിക്കുന്ന, നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ പറയുന്ന വളരെ മഹത്തായ ചിന്താധാരയും ചിന്തയും ശേഷിയുമുള്ള ഒരു വിഭാഗം ജനങ്ങളുടെ മഹത്തായ സ്വർഗമാണ് എന്ന് നമുക്ക് പറയാം. അതിനെവിടെയാണ് കളങ്കം വരുന്നത് എന്ന് ചോദിച്ചാൽ വൈക്കം മുഹമ്മദ് ബഷീർ എടുത്ത് പറഞ്ഞ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിൽ വിരിഞ്ഞ പുഷ്പമായിരിക്കണം, ആയുധമാകരുത്. എത്ര സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹം വലിയൊരു ആശയത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് മതം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലൂടെ അതുവഴിയിലൂടെ ഒക്കെ പോകുമ്പോൾ നിരന്നു നിൽക്കുന്ന അമ്പലം സ്പെഷ്യൽ മൂവ്മെന്റ് ആണ്. ഒരേപോലെയുള്ളത് കണ്ട് കുറെ സമയം നിൽക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല. ഏത് രാജ്യത്തെ കുറിച്ച് നോക്കിയാലും, ഏത് മതവിഭാഗത്തെ കുറിച്ച് നോക്കിയാലും, ഏത് സമൂഹത്തെ കുറിച്ച് നോക്കിയാലും ഒരേ തരത്തിൽ കുറെ കാലം ജീവിക്കുമ്പോൾ മടുപ്പാണ്. ഇപ്പൊ ഒരു വാർത്ത വന്നു, കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടു. പുതിയ തലമുറ ജെൻസി എന്ന് പറയുന്നത് ഡം ഫോണുകളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു, സ്മാർട്ട് ഫോണുകൾ ഒഴിവാക്കി തുടങ്ങിയിരിക്കുന്നു. അവർക്ക് മടുത്തു. ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച്, അതിലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് മടുത്ത് ഇപ്പൊ കീപാഡുള്ള പഴയ ഫോണിലേക്ക് ജെൻസിയുടെ ഒരു മാറ്റം വീണ്ടും വരുന്നുണ്ട് എന്ന തരത്തിലേക്കാണ് ഒരു സർവേ റിപ്പോർട്ട് വന്നത്. സത്യത്തിൽ ഒന്നും കൂടുതൽ സമയം നമുക്ക് പറ്റില്ല. ഇന്നത്തെ തലമുറയെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്വം വേണ്ട, അല്ലെങ്കിൽ പുതിയ ജനറേഷൻ, ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ തന്നെ ഫാമിലി എന്ന് പറയുന്നത്, മതപരം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിലീഫ്സ് കുറഞ്ഞു വരുന്ന ഒരു സമൂഹമാണ്. ഈ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, നമ്മൾ അവരെ ചിന്തകളെ കുറച്ച് വിപുലമാക്കാൻ, വ്യത്യസ്തമാക്കാൻ, വൈവിധ്യമാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഈ ജനറേഷൻ, പുതിയ ജനറേഷൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത് നിർമ്മിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് തകർക്കാനും സാധിക്കുമെന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൈകാര്യം ചെയ്യുന്ന, അതേപോലെ തന്നെ
സംസാരം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക, വാക്കുകൾ എതിർപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുക. സാധാരണ പറയാറുണ്ട്, നല്ല ചൂടുള്ള തിളക്കുന്ന വെള്ളത്തിലേക്ക് ഒരു തവളയെ പിടിച്ചിട്ടാൽ അത് ചാടിപ്പുറത്തു. നല്ല തിളക്കുന്ന വെള്ളത്തിൽ ഒരു തവളയെ പിടിച്ചിട്ടാൽ അത് ചാടിപ്പുറത്തു, ഒരു സംശയമില്ല, അത് ചാടില്ല. എന്നാൽ ഒരു പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ സ്റ്റീൽ ടംബ്ലറിലോ മറ്റെന്തെങ്കിലും നിങ്ങളൊരു തവളയെ വെച്ചിട്ട് അതിൽ സാധാരണ തണുത്ത അല്ലെങ്കിൽ സാധാരണ വെള്ളം വെച്ചിട്ട് അടിയിൽ തീയിട്ട് നോക്കൂ, അത് ചത്തുപോകുന്നുണ്ട്. അതൊരിക്കലും പുറത്തു കിടക്കാൻ അറിയില്ല, കാരണം അതിന് ചൂടേറി വരുന്നത് അറിയില്ല. അത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില തീരുമാനങ്ങൾ, ചില അടിച്ചേൽപ്പിക്കലുകൾ ചെറുതായി ചൂടായി ഒറ്റയടിക്ക് ചിലടത്ത് വരുന്നു, അത് കുറച്ച് അഭിപ്രായങ്ങളായി മാറുന്നു, പിന്നീട് ഇല്ലാതാവുന്നു. നമ്മൾ ഈ ചൂടിൽ ഇങ്ങനെ അറിയാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. മനുഷ്യരുള്ളിടത്തോളം എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന തരത്തിൽ നെഗറ്റീവായി മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹം ഒരിക്കലും ഉണ്ടാവില്ല. മത്സരിച്ചു നിന്നിട്ട് എന്താണ് കാര്യം? മത്സരം എന്ന് പറയുന്നത് നമ്മൾ മെച്ചപ്പെടാനുള്ള മത്സരങ്ങളാക്കിയിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കണം. മതിലും വാതിലും രണ്ട് വാക്കുകളാണ്. മതിൽ പറയുന്നത് മതി ഇതിലെ എന്നാണ്, വാതിൽ പറയുന്നത് വരൂ ഇതിലെ എന്നാണ്. മനുഷ്യന്റെ മനസ്സിലേക്ക് പാലം പണിതുകൊണ്ട് മതിൽ പണിയാതെ വാതിലുകളായി മാറുന്ന തരത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരാൻ സാധിക്കണം. ഞാൻ ചെറിയൊരു കവിതാ സമാഹാരത്തിൽ ഒരു ഒറ്റ വരി കവിത എഴുതിയിട്ടുണ്ട്. ഒറ്റ വരി കവിത, അതിര് എന്നാണ് അതിന്റെ പേര്. വരഞ്ഞത് വെറും ഒരു വരയാണെങ്കിലും മുറിഞ്ഞത് ഹൃദയമാണ്. അതിരുകൾ ഭൂപടത്തിൽ ജിയോഗ്രഫിക്കലായിട്ട് ഭൗമശാസ്ത്രപരമായിട്ടുള്ള അതിരുകൾ വരക്കുന്നതല്ല. നമ്മുടെ ചില ചിന്തകളിലേക്ക്, നമ്മുടെ പ്രവർത്തികളിലേക്ക് മതിലുകളും അതിരുകളും ഒക്കെ വരച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന് നമ്മൾ വല്ലാതെ വേവലാതിപ്പെടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽ, എപ്പോഴും എല്ലാവരുടെ മനസ്സിൽ രണ്ട് മൃഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഏത് മൃഗത്തെയാണ് പോറ്റുന്നത്? വെളുത്ത ആട്, കറുത്തയാട്. കറുത്തയാടിനെയാണ് കൂടുതൽ തീറ്റിപ്പോറ്റുന്നത്. നെഗറ്റീവ് ചിന്തകളാണ് കൂടുതലായി തീറ്റിപ്പോറ്റുന്നതെങ്കിൽ നമ്മൾ ചിന്ത നെഗറ്റീവായിട്ട് മാറും. പുതിയ ചിന്തകളിലേക്കും പുതിയ പ്രവൃത്തികളിലേക്കും വൈവിധ്യവൽക്കരണത്തിലേക്കും പോകാൻ സാധിക്കട്ടെ. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. എന്നെ ക്ഷണിച്ച സുലൈമാൻ സാറിന് പ്രത്യേകം നന്ദി. ഇതിന്റെ സംഘാടകർക്ക് ഉപസ്ഥിതരായ ബഹുമാന്യരായ വ്യക്തിത്വം, എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, കാസർഗോഡ് വെച്ച് ബഹുസ്വരതയെക്കുറിച്ച് സംസാരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ബഹുസ്വരതയുടെ പരിച്ഛേദം തന്നെയാണ്. 14 ഭാഷകൾ സംസാരിക്കുകയും നിരവധി നദികൾ ഉപയോഗിക്കുന്ന ഒരു ബഹുല സംസ്കാരത്തിൻ്റെ ഉറവിടമാണ് കാസർഗോഡ്. ആ കാസർഗോഡ് ഏറ്റവും തലയുയർത്തി നിൽക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് ഷാദിയ. ഷാദിയൻ്റെ അകത്തേക്കുന്നവർക്കൊന്നും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാവില്ല. പക്ഷേ പുറത്ത് നമ്മൾ കേരളത്തിന് എമ്പോഴും അതുപോലെ തന്നെ കർണാടകയിൽ പോലും ഈ പേര് കേട്ടാൽ അതെവിടെയാണെന്ന് പോലും അറിയുന്നവർ ധാരാളം എത്തുന്നതാണ്. അതുകൊണ്ട് ഒന്നും കാസർഗോഡിൽ, മറ്റൊന്നും ഇവിടുത്തെ ഈ സാംസ്കാരിക കേന്ദ്രം, ഒന്ന് സാംസ്കാരിക സമ്മേളനം. അതായത് ഇന്ന് ഞാനൊരു സോഷ്യൽ മീഡിയയിലൂടെ ചിലപ്പോൾ ഇങ്ങനെ പോകാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഭഗത് സിംഗിൻ്റെ പടമുള്ള ഒരു പോസ്റ്റ് വന്നു. അതിന് താഴെ എഴുതിയിരിക്കുകയാണ്, അദ്ദേഹത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ വേണ്ടി അനുവാദം കൊടുത്തു. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വേണ്ടി എടുക്കുമ്പോൾ അതിന് എതിരായിട്ട് വാദിക്കണം. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വാദിക്കാൻ വേണ്ടി വക്കീലന്മാരെ ശ്രമിച്ചപ്പോൾ ഇന്ത്യയിൽ ഒരു വക്കീലും അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ നിന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവസാനത്തിൽ ആസിഫ് അലി എന്നൊരു വക്കീലിന് അദ്ദേഹത്തിൻ്റെ പടവുകൂടി അതുകൂടി ഉണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ആസിഫ് അലി വേണ്ടി വന്നു ഭഗത് സിംഗിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ലണ്ടനിൽ കോടതിയിൽ വാദിക്കാൻ. അതുപോലെ തന്നെ പലപ്പോഴും നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിപ്പോൾ സ്വാമി അയ്യപ്പനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബാബറെ കുറിച്ച് സംസാരിക്കും. അതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഈ സംസ്കാരങ്ങൾ, ലോക സംസ്കാരങ്ങൾ ഇന്ത്യയുടെ ആത്മാവിലേക്ക് വേരുകൾ ആറ്റി പോയിരിക്കുകയാണ്. ഇതിനെപ്പോൾ ഈ പുതിയ ഭരണാധികാരികൾ എടുത്തു മാറ്റാൻ ശ്രമിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ള സംതൃപ്തിയാണ് എനിക്ക് അപ്പോൾ ഉണ്ടായത്. അതുപോലെ തന്നെ പിന്നെ ഈ വിദ്യാഭ്യാസത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു ഭരണാധികാരിയോട് പത്രപ്രവർത്തനം ചോദിച്ചു, നിങ്ങളുടെ ഈ നാട് ഇത്ര പെട്ടെന്ന് ഇത്ര ഒരു വളർച്ച കാണുക, അതുപോലെ തന്നെ നമ്മുടെ ഭരണാധികാരികൾക്കും ഇത് ഏറെ ഉപകാരപ്പെട്ടു വരുന്നതാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അതുപോലെ തന്നെ
ഈ AI സംവിധാനത്തിൻ്റെ ഇതൊക്കെ വേണ്ടി വിദ്യാർത്ഥികളുടെ വളരെ നമുക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അസൂയ തോന്നുന്നതിലാണ് പുതിയ വിദ്യാഭ്യാസ നയം, വിദ്യാഭ്യാസം പുതിയ തലമുറക്ക് വിദ്യാഭ്യാസം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഈ സാധ്യതകളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ലോക്ക്ഡൗൺ അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വളരെ അധികം വാദങ്ങളുണ്ടായിരുന്നു. എല്ലാ വിഷയങ്ങളിൽ തന്നെ ഒരു വല്ലാത്ത ബഹുലത ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടെത്തി ആ വിദ്യാഭ്യാസം നൽകാനുള്ള ശ്രമം നടക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചെയ്യേണ്ടതെന്നതും അതുപോലെ തന്നെ നമ്മുടെ ഈ സംസ്കാരങ്ങളെ ഈ ബഹുമുഖമായ ഈ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കണമെന്നും വിദ്യാർത്ഥികളോട് തെറ്റ് ഞാൻ ചെയ്ത് പോയേറെ ഹതഭാഗ്യനെയാട്ടിടല്ലേ വിദൂരെ പല കോടി ആശിഖുകൾ ചൊന്നുയേറെ സ്വലാത്തും സലാമും വഴി കാട്ടി നേരെ തെറ്റ് ഞാൻ ചെയ്ത് പോയേറെ ഹതഭാഗ്യനെയാട്ടിടല്ലേ വിദൂരെ പല കോടി ആശിഖുകൾ ചൊന്നുയേറെ സ്വലാത്തും സലാമും വഴി കാട്ടി നേരെ തെറ്റ് ഞാൻ ചെയ്ത് പോയേറെ ഹതഭാഗ്യനെയാട്ടിടല്ലേ വിദൂരെ പല കോടി ആശിഖുകൾ ചൊന്നുയേറെ സ്വലാത്തും സലാമും വഴി കാട്ടി നേരെ. മാവേലിക്കൽ വരെ പോവാം. അതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗം നടത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. ബൃഹസ്വലതയും മതവും ഇന്നത്തെ ഒരു പറ്റം ആളുകളാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇൻഫർമേഷനെത്തി നിൽക്കുകയാണ്. ആരുമേ പറഞ്ഞാൽ നമുക്കറിയാം തരാമെന്ന് വിചാരിക്കുന്നത് രണ്ടായാലും അതിൻ്റെ ഹക്കായ രീതിയിൽ വിജയിപ്പിച്ചിരുമാറാവട്ടെ. ദീനീ സേവനത്തിൻ്റെ ഫലമായി ആക്ടിവത്വമായി നയിക്കാറുമാറാവട്ടെ. ഇൽമിലും താലീമിലുമായി ഉണ്ടാവുന്ന ജാഗ്രത നമ്മളായിരിക്കും പാഠമാണ്. ഇൽമ കൊടുക്കാൻ തീരുന്നില്ല. നമ്മളായിട്ടുള്ള നോട്ട് ഒരാൾക്ക് കൊടുത്താൽ തീർന്നു പോവില്ല, അത് കൂടിയാണ് കുറയില്ല. എല്ലാവരും പഠിക്കുക. അപ്പൊ ഈ ട്രെയിനിങ്ങിലൊക്കെ തന്നെ ഒരു വിമുഖതയും കാണിക്കാതെ അലംഭാവം കാണിക്കാതെ നല്ല രീതിയിൽ പങ്കെടുക്കുകയും ജമിയത്തുൽ ഉലമയുടെ എല്ലാ പദ്ധതികളും വിജയിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ മാലിന്യങ്ങളിലേക്കും ഈ മെസ്സേജ് എത്തിക്കാൻ വേണ്ടി ജില്ലാ സമ്മേളനം അടുത്ത ഡിസംബർ 1 മുതൽ 10 വരെ വരുന്നത്. നമ്മൾ വിചാരിച്ചാൽ ഒരു സാധനം കൊടുത്തിട്ടാണ് പൈസ ആകുന്നത്. അത് ചെറിയ പൈസയാണ് പൈസ നടപ്പാക്കുന്നത്. ജനങ്ങൾക്ക് ഇരുമ്പ് പറഞ്ഞു കൊടുക്കാൻ അതുകൊണ്ട് എന്താണ് എല്ലാ മലയാളികളും നമ്മളിത് ചെയ്യുന്ന സമയത്ത് വേറെ ആളുകൾക്ക് ആദ്യം ഓരോ നടപ്പാക്കുന്നത് അവർ നടപ്പാക്കാൻ വേണ്ടി നമ്മളെ ട്രെയിനിങ്ങിന്റെ കോപ്പി എല്ലാവർക്കും കൊടുക്കുക വേണ്ടി. അതായത് നമ്മളെ ഓർപ്പുണ്ടാവുമ്പോൾ മറവിയുണ്ടാവില്ല, മറവിയുണ്ടാവില്ല. നൈപുണികൾ സ്റ്റഡി സ്കിൽ. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും.
City Gold and Diamonds, Kerala and Karnataka. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.